ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ വന്ദനം. എൻ്റെ പ്രതിവാര പങ്ക്തിയായ യാത്രക്കിടയിലിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 130ാമത് മാരാമൺ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട ഇതിനകം 3 വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. പ്രേക്ഷകർ അത് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തവണ മാരാമൺ കൺവെൻഷന്റെ ഉദ്ഘാടന സമ്മേളനത്തെക്കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളത്. റെവറൻഡ് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപോലിത്ത നടത്തിയ ഉദ്ഘാടന പ്രസംഗം അതിഗംഭീരമായിരുന്നു. 30 മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്ന ഈ പ്രസംഗം മുഴുവനായി തന്നെ അദ്ദേഹം എഴുതി വായിക്കുകയായിരുന്നു. ആരെ എഴുതി കൊടുത്തതാണെങ്കിലും ഗംഭീരമായി അദ്ദേഹം അത് വായിച്ചു. ആകാശത്തിന് കീഴിൽ ഏതൊക്കെ വിഷയങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കാമോ അത്രയും വിഷയങ്ങൾ ആ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. മലയാള മനോരമ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന് ഗവൺമെന്റിനെതിരെ എന്ന് തോന്നുന്ന നിലയിൽ പറഞ്ഞ മദ്യ ഉൽപാദന കേന്ദ്രം പാലക്കാട് ആരംഭിക്കുവാൻ പോകുന്നതിനെതിരെയുള്ള മാർത്തോമ മെത്രോപോലിത്തയുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പിറ്റേ ദിവസം അച്ചുനിരത്തി. ഈ ഉദ്ഘാടന പ്രസംഗം കേട്ട് ഞാൻ ചെറുതായി ഒന്ന് എണ്ണി നോക്കി. ഏകദേശം 30-ലധികം സാമൂഹ്യ പ്രസക്തിയുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ മാർത്തോമ മെത്രോപോലിത്ത അതിനകത്ത് ഉള്ളടക്കിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ നമുക്ക് പ്രാദേശികം, ദേശീയം, അന്തർദേശീയം എന്ന് തലക്കെട്ട് നൽകി വേർതിരിച്ച് എഴുതാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ കേരളം, ഇന്ത്യ, ലോകം എന്ന 3 ടൈറ്റിലുകൾ കൊടുത്ത് നമുക്ക് ഈ വിഷയങ്ങളെ വേർതിരിക്കാവുന്നതാണ്. ഇനി അതിലൊന്നും ഉൾപ്പെടാത്ത കുറച്ച് വിഷയങ്ങളും അതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട്. കൺവെൻഷൻ ക്രമീകരണങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തിരുമേനി പ്രസംഗം ആരംഭിച്ചത്. എന്നാൽ പിന്നീട് പറഞ്ഞത് മുഴുവൻ സാമൂഹ്യ വിമർശനവും രാഷ്ട്രീയ വിമർശനവും അന്തർദേശീയ കാര്യങ്ങളെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായങ്ങളും ഒക്കെയാണ്. ഇതിനിടയ്ക്ക് 1-2 വചനമെന്നും വിശ്വാസ സമൂഹമെന്നും ഒക്കെ മേമ്പടിക്ക് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളെ അക്കമിട്ട് ചുരുക്കി നിങ്ങളുടെ മുൻപിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ഒന്ന് അവതരിപ്പിക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് കോഴഞ്ചേരി പാലത്തിന്റെ പണി ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, 130 വർഷം പിന്നിട്ടിരിക്കുന്ന മാരാമൺ കൺവെൻഷനെ ആഗോള ക്രൈസ്തവ സംഗമമായി പ്രഖ്യാപിക്കണം. മൂന്നാമത്തെ കാര്യം, ഗംഗാനദി ശുദ്ധീകരിക്കുവാൻ ഗവൺമെന്റ് പദ്ധതി ഒരുക്കിയതുപോലെ പമ്പാ നദിയുടെ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പദ്ധതി ഒരുക്കണം. ആ പദ്ധതിയിൽ മാരാമണ്ണിന് മുഖ്യമായ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം, ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടായിട്ട് 75 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഭരണഘടനയെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ക്ലാസിക്കായ 2-3 വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞു. അത് ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. മാനവ സാഹോദര്യത്തിന്റെ വിരുന്നുശാലയാണ് ഇന്ത്യ. ജനത്തിന് കാവൽ ഭരണഘടനയാണെങ്കിൽ ഭരണഘടനയ്ക്ക് കാവൽ ജാഗ്രതയുള്ള ജനങ്ങളാണ്. സുന്ദരമായ ഈ വാചകങ്ങൾ കേട്ട് കോരിത്തരിക്കാത്തവരാരെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി 5ാമത്തെ കാര്യം, അതും ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ചിലരൊക്കെ ഭരണഘടനയെ വെറും ഒരു പ്രദർശന വസ്തുവായി ഉയർത്തിക്കാട്ടുന്നു. ഭരണഘടനയെ കാപട്യത്തിനുള്ള നാട്യ വസ്തുവാക്കി മാറ്റരുത്. രാഹുൽ ഗാന്ധി എങ്ങാനും ഈ പ്രസംഗം കേട്ടാൽ ഇപ്രകാരം ഒരു വാചകം അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട്: ഇതെന്നെ കുറിച്ച് പറഞ്ഞതാണ്, എന്നെ കുറിച്ച് തന്നെ പറഞ്ഞതാണ്. കാരണം ഈ അടുത്ത കാലത്ത് ഭരണഘടന ഉയർത്തിക്കൊണ്ട് ചില പ്രകടനങ്ങളൊക്കെ നടത്തിയ വ്യക്തി രാഹുൽ ഗാന്ധി ആയിരുന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 6ാമത്തെ കാര്യം വലിയ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. ക്രിമിനലുകളെ സൃഷ്ടിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നു. 7ാമത്തെ കാര്യം, കേരള സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ ഒരു വിമർശനമാണ്. മദ്യവിൽപ്പനയാണ് കേരളത്തിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. മാത്രവുമല്ല, പാലക്കാട്ട് ബ്രൂവറി തുറക്കുന്നത് ആശങ്കാജനകമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 8ാമത്തെ കാര്യം, സാമൂഹ്യ മാധ്യമങ്ങൾക്കെതിരെയാണ്. വിവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ് കേരളം. സാമൂഹ്യ മാധ്യമങ്ങൾ സത്യത്തിന്റെ കുരുതിക്കളങ്ങളായി മാറ്റപ്പെടുന്നു. 9ാമത്തെ കാര്യം, കൂടുതൽ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. അന്ധവിശ്വാസ നിരോധന ബിൽ പാസ്സാക്കണം. 10ാമത്തെ വിഷയമാണ് അതിനേക്കാൾ രസകരം, പോലീസിനെതിരെയുള്ള അക്രമങ്ങളും പോലീസിന്റെ നരനായാട്ടും അവസാനിപ്പിക്കണം. 11ാമത്തേത്
കലയുമായി ബന്ധപ്പെട്ടതാണ്. സിനിമയിൽ മുഴുവൻ ചോര ചിന്തുന്ന ഹിംസയുടെ രംഗങ്ങളാണ്. 12 റോഡിൽ പുതിയ ഗതാഗത സംസ്കാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 13 സാമൂഹ്യ പ്രസക്തിയുള്ള മറ്റൊരു വിഷയമാണ്. കുട്ടികൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകുന്നു. സ്കൂളുകളിലെ മോറൽ ക്ലാസുകൾ ഇല്ലാതായത് ഇതിനൊരു കാരണമാകുന്നു എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതിനേക്കാളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രസ്താവന കൂടെ ഈ കൂട്ടത്തിൽ അദ്ദേഹം നടത്തി. ലഹരി ഉപയോഗത്തെ തടയുന്നതിനു വേണ്ടി കുട്ടികളെ ബോധവൽക്കരിക്കുകയും ധാർമ്മികമായി വളർത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് RSSന്റെ മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് എന്തോ പറഞ്ഞിട്ടുണ്ട്. ഇത് എടുത്തു പറഞ്ഞുകൊണ്ട് മെത്രോപൊലീത്ത ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ആരുമായും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വരികൾക്കിടയിലൂടെ നമുക്ക് എന്തു വേണമെങ്കിലും വായിച്ചെടുക്കാം. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുവാൻ സാധിക്കുമല്ലോ. RSSുമായി ഒരു നല്ല പാലം സൃഷ്ടിക്കുവാൻ തിരുമേനിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. 14 അന്താരാഷ്ട്ര പ്രശ്നമാണ്. അമേരിക്കൻ പ്രസിഡന്റിനെതിരെയാണ് വിമർശനം. ഡൊണാൾഡ് ട്രംപിനെതിരെ വാഷിംഗ്ടൺ DC-യിലെ വനിതാ ബിഷപ്പ് നടത്തിയ വിമർശനത്തെ പൂർണ്ണ മനസ്സോടെ മെത്രോപൊലീത്ത അഭിനന്ദിക്കുന്നു. കൂടാതെ അനധികൃത കുടിയേറ്റക്കാരെ കയ്യും കാലും ചങ്ങലയിട്ട് നാട് കടത്തിയത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. മനുഷ്യത്വരഹിതമാണിത്, അന്തസ്സില്ലായ്മയാണ്. 15 മാർത്തോമാ സഭാംഗങ്ങളോട് മാത്രമുള്ള ഒരു നിർദ്ദേശമാണ്. എല്ലാ മാർത്തോമക്കാരും മുറ്റത്തൊരു തെങ്ങ് നടണം. ആ തെങ്ങിലെ ഓല മെടയാനായിട്ട് എല്ലാവരും പഠിക്കണം. ആ ഓല കൊണ്ടുവന്ന് മാരാമണ്ണിൽ നമുക്ക് പന്തലിടണം. ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. നിക്യാ വിശ്വാസ പ്രമാണത്തിന്റെ 1700ാമത് വാർഷികം, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ മതനിരപേക്ഷത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ കുറ്റകൃത്യങ്ങൾ, നവീൻ ബാബു, വയനാട്ടിലെ ഉരുൾപൊട്ടൽ, വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസം, കാലാവസ്ഥാ വ്യതിയാനം, കാലിഫോർണിയയിലെ കാട്ടുതീ, ആഗോളതാപനം, പരിസ്ഥിതി സംരക്ഷണം, ഇങ്ങനെ വിഷയങ്ങൾ നീണ്ടു പോകുകയാണ്. ഇത്രയും പ്രധാനപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ വിമർശനങ്ങൾ പറയുവാനും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുവാനും മെത്രോപൊലീത്ത തിരഞ്ഞെടുത്തത് മാരാമൺ കൺവെൻഷന്റെ ഉദ്ഘാടന വേദിയാണ്. കാരണം ആ വേദിയിൽ താൻ എന്തു പറഞ്ഞാലും അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അപ്പോൾ ആ വേദിയെ അദ്ദേഹം നന്നായി ഉപയോഗപ്പെടുത്തി. നമുക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ തരമില്ല. പക്ഷെ ഇതിനിടയ്ക്ക് ഇതൊരു ആത്മീയ കൺവെൻഷൻ ആണല്ലോ, ഒരു നവീകരണ സഭയുടെ കൺവെൻഷൻ ആണല്ലോ. ഇതിനകത്ത് വചനത്തിനൊരു പ്രാധാന്യമില്ലേ? ഉദ്ഘാടന സമ്മേളനത്തിൽ സഭയുടെ പരമാധ്യക്ഷൻ ഒരു പ്രസംഗം നടത്തുമ്പോൾ അതിനകത്തൊരു ആത്മീയ സന്ദേശം വേണ്ടേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനും മറുപടിയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം അദ്ദേഹം വായിക്കുകയും ഈ 30 മിനിറ്റ് പ്രസംഗത്തിനിടയിൽ 1.5 മിനിറ്റ് സമയം അവിടെ നിന്നൊരു സന്ദേശം പറയുകയും ചെയ്തു. ആ സന്ദേശം ഇത്രയേ ഉള്ളൂ: സഭ ഒരു ജീവദായക സമൂഹമായി മാറ്റപ്പെടണം. മാർത്തോമാ സഭ ഒരു ജീവദായക സമൂഹമായി മാറ്റപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. ഞാൻ ഇത് അല്പം സറ്റേറിക്കലായി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായേക്കാം, എന്തിനാണ് മാർത്തോമാ സഭയുടെ മാരാമൺ കൺവെൻഷന്റെ ഉദ്ഘാടന സമ്മേളനത്തെ ഇങ്ങനെ വിമർശിക്കുന്നതെന്ന്. ഇതൊരു വലിയ വിമർശനമൊന്നുമല്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. മാർത്തോമാ സഭയുടെ മുൻ അധ്യക്ഷന്മാരായിരുന്ന ഐറേനിയസ് തിരുമേനിയുടെയും ക്രിസോസ്റ്റം തിരുമേനിയുടെയും ഉദ്ഘാടന പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രസംഗങ്ങളിലും ഈ സാമൂഹ്യ വിഷയങ്ങളൊക്കെ പറയുമായിരുന്നെങ്കിലും അവരുടെ പ്രസംഗങ്ങളിൽ ഒരു ആത്മീയ സന്ദേശം പ്രധാനമായിട്ട് പറയുവാൻ അവർ ശ്രദ്ധിക്കുമായിരുന്നു. ഇവിടെ അത് കണ്ടില്ല, അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിനു പകരം അദ്ദേഹം മാരാമണ്ണിലോ തിരുവല്ലയിൽ പുലാത്തീനിലോ ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ ഇത് വാർത്തയാക്കുകയും
ചാനലുകൾ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ വന്നിരിക്കുന്ന സഭാജനങ്ങളോട് കുറച്ചുകൂടെ നീതി പുലർത്തേണ്ടതായിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുന്നു. അടുത്തൊരു കാര്യം, ഇത്തവണത്തെ മാരാമൺ കൺവെൻഷനിലെ മുഖ്യ പ്രഭാഷകൻ WCCയുടെ അതായത് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ജനറൽ സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജെറി പിള്ളയാണ്. ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയ സർവകലാശാലയുടെ ഡീനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം 2023 ജനുവരിയിലാണ് WCCയുടെ ചുമതലയിലേക്ക് വരുന്നത്. ഇദ്ദേഹത്തിനെതിരെയുള്ള ഏറ്റവും പ്രധാന വിമർശനം ഇദ്ദേഹം ഒരു കടുത്ത യഹൂദ വിരോധിയാണെന്നുള്ളതാണ്. 2016 ഇസ്രായേൽ സന്ദർശനം നടത്തിയ അദ്ദേഹം അതിനുശേഷം ഒരു പഠനക്കുറിപ്പ് എഴുതി. ആ കുറിപ്പിന് കൊടുത്തിരുന്ന ടൈറ്റിൽ ഇസ്രായേൽ വർണ്ണ വിവേചന രാഷ്ട്രം എന്നായിരുന്നു. അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണ വിവേചനം പോലെയാണ് പാലസ്തീനികൾക്കെതിരെ ഇസ്രായേലിന്റെ നിലപാടെന്നാണ് ശക്തമായ വിമർശനമാണ് ഡോക്ടർ ജെറി പിള്ള മുന്നോട്ട് വെച്ചത്. ഇതിനെതിരെ യഹൂദ സമൂഹത്തിൽ നിന്ന് ഇസ്രായേലിന്റെ സംവിധാനങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പുമുണ്ടായി. എന്നാൽ WCCയുടെ നിലപാടുകൾ ഇസ്രായേലിനെതിരാണ്, പലസ്തീൻ അനുകൂലമാണ്. പലപ്പോഴും അത് പ്രത്യക്ഷമായി മനസ്സിലായിട്ടുമുണ്ട്. മാരാമണ്ണിൽ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ പലതും ഞാൻ കേട്ടു. ആ പ്രസംഗങ്ങളിലൊന്നും ഇസ്രായേൽ വിരുദ്ധത ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ പാലസ്തീൻ അനുകൂലമായി അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടില്ല. എന്നാൽ ട്രംപിനെതിരെ വളരെ നിശിതമായ വിമർശനം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. പ്രസംഗമധ്യേ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: നമ്മൾ അപകടപൂർണമായ കാലത്താണ് ജീവിക്കുന്നത്. നിരുത്തരവാദപരമായ തീരുമാനങ്ങൾ ലോക നേതാക്കൾ എടുക്കുന്നു. മനുഷ്യാവകാശത്തെയും മനുഷ്യന്റെ അന്തസ്സിനെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന കാലമാണിത്. സഭ ശക്തമായി പ്രതികരിക്കണം. ഈ സാഹചര്യങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ തുടരുവാൻ പാടില്ല. മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പബ്ലിഷ് ചെയ്ത വീഡിയോയുടെ ടൈറ്റിൽ ലോകത്തിലെ ആദ്യത്തെ പെന്തക്കോസ്ത് കൺവെൻഷൻ എന്നായിരുന്നു. മാരാമൺ കൺവെൻഷന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച സ്മരണികയിൽ ഉള്ള ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ആദ്യ മാരാമൺ കൺവെൻഷന്റെ പേര് പെന്തക്കോസ്ത് കൺവെൻഷൻ എന്നായിരുന്നു എന്ന് തെളിയിക്കുകയാണ് ഞാൻ ചെയ്തത്. ഇന്ന് രാവിലെ നടന്ന മാരാമൺ കൺവെൻഷനിലെ ബൈബിൾ ക്ലാസ്സിൽ റവറൻഡ് AT സക്കറിയ അതിമനോഹരമായ ഒരു ബൈബിൾ ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിനിടയിൽ അദ്ദേഹം ഈ വീഡിയോയെ കുറിച്ച് പരാമർശിച്ചു. ആരോ ഒരാൾ വീഡിയോയിൽ പറയുന്നത് കേട്ടു, ഇത് പെന്തക്കോസ്ത് കൺവെൻഷൻ ആയിരുന്നു ആദ്യം നടന്നത് എന്ന്. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞാണ് പെന്തക്കോസ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറഞ്ഞു. അച്ഛൻ പറയുന്നത് വളരെ കറക്റ്റാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് സഭകൾ ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പാണ് മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്നത്. ആ കൺവെൻഷന് അന്ന് നൽകിയ പേര് പെന്തക്കോസ്ത് കൺവെൻഷൻ എന്നായിരുന്നു. അതിന്റെ അർത്ഥം പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൺവെൻഷൻ ആയിരുന്നു പിതാക്കന്മാർ അന്ന് ഒരുക്കിയത് എന്നാണ്. മാർത്തോമ സഭ പിൽക്കാലത്ത് ആ ആശയങ്ങളിൽ നിന്നൊക്കെ ബഹുദൂരം പുറകോട്ട് പോയി. അതുകൊണ്ടാണ് ഇവിടെ പെന്തക്കോസ്ത് സഭകൾ ഉടലെടുത്തതും മാർത്തോമ സഭയിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ പെന്തക്കോസ്ത് സഭകളിലേക്ക് പോയതുമെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ മാർത്തോമ സഭയുടെ നേതൃത്വത്തിന് കരണീയമായിട്ടുള്ളത്.